ചിക്കൻ പ്രേമികളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം, ജാഗ്രത പുലർത്തണം എന്നാണ് പുറത്തുവരുന്ന ഒരു പഠനം സൂചിപ്പിക്കുന്നത്. ആഴ്ചയിൽ 300 ഗ്രാമിൽ കൂടുതൽ ചിക്കൻ കഴിക്കുന്നവർക്ക് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഒരു പഠനം പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല, ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. അത് അസീന പറഞ്ഞു. ചിക്കൻ പ്രേമികളുടെ ശ്രദ്ധയ്ക്ക്, ചിക്കൻ കഴിക്കുന്നത് പതിവാക്കിയാൽ ആരോഗ്യത്തിന് പണി കിട്ടും. ആഴ്ചയിൽ 300 ഗ്രാമിൽ കൂടുതൽ ചിക്കൻ കഴിക്കുന്നത് ദഹനനാളത്തിലോ ദഹന വ്യവസ്ഥയിലോ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനം. ഇറ്റലിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജിയിലെ ഗവേഷകരുടെ നേതൃത്വത്തിൽ നടന്ന പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. അന്നനാളം, ആമാശയം, വൻകുടൽ, പാൻക്രിയാസ്, കരൾ എന്നിവിടങ്ങളിലാണ് ക്യാൻസർ വരാനുള്ള സാധ്യത എന്നാണ് പഠനം. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കാണ് സാധ്യത കൂടുതൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മാംസമാണ് ചിക്കൻ. വില കുറവും എളുപ്പത്തിൽ ലഭ്യമാകുന്നതും ചിക്കനെ പ്രിയപ്പെട്ട ഭക്ഷണമാക്കുന്നു. മാത്രമല്ല, ചിക്കൻ ഒരു പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമാണെന്ന് മുൻ പഠനങ്ങളിൽ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ന്യൂട്രിയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. അതേസമയം ചിക്കന്റെ പരിമിതമായ ഉപയോഗം ദോഷം ചെയ്യില്ലെന്നും ഗവേഷകർ പറയുന്നു. മാംസം ഒരുപാട് സമയം വേവിക്കുന്നത് ഒഴിവാക്കുന്നതും ഗുണം ചെയ്യും. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും കൂടുതൽ സ്ഥിരീകരണത്തിന് ആഴത്തിലുള്ള പഠനം അനിവാര്യമാണെന്നുമാണ് ഗവേഷകർ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളിൽ പല ആളുകളും ഞെട്ടിയിട്ടുണ്ടാകും. നമ്മളെ ഗ്രൂപ്പിലുള്ള ഒരുപാട് ആളുകൾ എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നിട്ട് എന്താണിത് എന്നുള്ളത് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാനൊരു അർജന്റായിട്ട് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാണ്. കാരണം കുറച്ചധികം വീഡിയോസ് ഇന്ന് തന്നെ മൾട്ടിപ്പിൾ വീഡിയോസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ എന്താണ് ഈ സ്റ്റഡി? ഈ സ്റ്റഡിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഓഫ് കോഴ്സ് സ്റ്റഡി പറയുന്നത് 300 ഗ്രാം ചിക്കൻ കഴിച്ച ആളുകൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്, അങ്ങനെ അവർ മരിക്കാൻ സാധ്യത കൂടുതലാണെന്ന് പറയണം. ഈ സ്റ്റഡിയുടെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു ഒബ്സർവേഷണൽ സ്റ്റഡിയാണ്. ഒബ്സർവേഷൻ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ സാധാരണയായിട്ട് ഡിസ്കവറി കോളൊക്കെ നടത്തുന്ന സമയത്ത്, നമ്മുടെ വെൽനസ് ഡിസ്കവറി കോൾ നടത്തുന്ന സമയത്ത് ഞാൻ ആളുകളോട് ചോദിക്കും, നിങ്ങൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാറുള്ളത്? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കഴിച്ചു, ലഞ്ചിന് എന്ത് കഴിച്ചു, ഡിന്നറിന് എന്ത് കഴിച്ചു എന്ന് ചോദിക്കുന്ന സമയത്ത് അവർക്ക് പലപ്പോഴും എന്തൊക്കെയാണ് കഴിച്ചത്, ഒരാഴ്ച മുമ്പ് കഴിച്ച കാര്യങ്ങൾ പോലും റീകോൾ ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ ഇപ്പൊ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പക്ഷേ ബുള്ളറ്റ് പ്രൂഫ് കോഫി ആയിരിക്കും, പക്ഷെ ലഞ്ചിനും ഡിന്നറിനും എന്താണ് കഴിച്ചെന്ന് ആലോചിച്ച് നോക്കൂ. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് സമയം എടുക്കും. അങ്ങനെയുള്ള ഒരു ഒബ്സർവേഷൻ സ്റ്റഡിയാണ് ഈ സ്റ്റഡി എന്ന് പറയുന്നത്. ഇതൊരിക്കലും ഒരു സയന്റിഫിക് സ്റ്റഡി ആയിട്ട് പലപ്പോഴും കൺസിഡർ ചെയ്യാറില്ല. കാരണം ഒരാളോട് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ലാസ്റ്റ് വീക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ കഴിച്ചു, അതിൽ എത്ര ഗ്രാം ചിക്കൻ ഉണ്ട് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ 99% ആളുകൾക്കും അത് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ ഫോൺ ചെയ്ത ഒരാളോട് ചോദിക്കുന്നത് പോലെ ചില ക്വസ്റ്റ്യനേഴ്സ് കൊടുത്തിട്ട് അതിൻ്റെ ബേസിൽ ഉണ്ടാക്കിയ ഒരു സ്റ്റഡിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ചലഞ്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു പ്രിലിമിനറി റിസർച്ച് ആണ്. ഇപ്പൊ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു പേടിക്കാനൊന്നുമല്ല, ജസ്റ്റ് ഞങ്ങൾക്ക് ഒരു ചെറിയ ത്രെഡാണ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല, ചില കാര്യങ്ങൾ കൂടി ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും കൂടുതൽ സ്ഥിരീകരണത്തിന് ആഴത്തിലുള്ള പഠനം അനിവാര്യമാണെന്നുമാണ് ഗവേഷകർ പറയുന്നത്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇതൊരു ക്ലിക്ക് ബൈറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതായത് ആളുകൾ പെട്ടെന്ന് ആ വീഡിയോ പോയി കാണാനും അത് കുറെ ഷെയർ ചെയ്യാനുമുള്ള ഒരു സോഷ്യൽ മീഡിയ ക്ലിക്ക് ബൈറ്റ് സ്ട്രാറ്റജിയാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊരു കംപ്ലീറ്റ് റിസർച്ച് പഠനമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അതൊരു ഇനീഷ്യൽ ഒരു സ്റ്റഡി മാത്രമാണ്. അവർ തന്നെ പറയുന്നത് നമുക്ക് ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് അവർ ഈ വീഡിയോയിലും പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദേ ഫോക്കസ് ഓൺ മോർട്ടാലിറ്റി. അവർ ഫോക്കസ് ചെയ്യുന്നത് മരണത്തിന്റെ നിരക്കിലാണ്. അതായത് ഈ സ്റ്റഡി പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ക്യാൻസർ ഉള്ള, വയറ്റിൽ ഓൾറെഡി ക്യാൻസർ ഉള്ള ആളുകളുടെ ടെസ്റ്റാണ്. അതായത് ഈ ക്യാൻസർ ഉള്ള ആളുകൾ ഈ ചിക്കൻ കഴിച്ചപ്പോൾ അവർക്ക് അത് കൂടി, അല്ലെങ്കിൽ അത് മരണത്തിന് കാരണമായി എന്നുള്ള ഒരു ത്രെഡാണ് ഇവർ പറയുന്നത്. അല്ലാതെ ആ ക്യാൻസർ ഡെവലപ്പ് ആവാൻ കാരണം, ആ ക്യാൻസർ ഉണ്ടാവാൻ കാരണം ചിക്കൻ കഴിച്ചതാണെന്നല്ല പറയുന്നത്. ഓൾറെഡി ക്യാൻസർ ഉള്ള ഒരാൾ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്റ്റിൽ അവരെ ഡൈജഷൻ സിസ്റ്റത്തിൽ ക്യാൻസർ ഉള്ള ഒരു ടീം, അവരെയാണ് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ആ ക്യാൻസർ ഉള്ള ടീമും അവരുടെ മരണ സാധ്യതയുമാണ് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരുന്ന സ്റ്റഡിയിൽ പറഞ്ഞിട്ടില്ല.
നാലാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് പോൾട്രി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അത് ചിക്കൻ ആവാം, അത് ടർക്കി ആവാം, അത് ഡക്ക് ആവാം, ഗീസ് ആവാം, ഇങ്ങനെ പല സംഭവത്തിലുള്ള ബേർഡ്സിനെ വിളിക്കുന്ന ഒരു 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 കംപ്ലീറ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ബേർഡ്സിനെ വിളിക്കുന്ന ഒരു പേരാണ് ഈ പോൾട്രി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ചിക്കൻ തന്നെയാണോ എന്നുള്ളത് അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അവർ പോൾട്രി എന്ന് മാത്രമേ അവർ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചിക്കൻ, ഈ 300 ഗ്രാം ചിക്കൻ അവർ എങ്ങനെ ഉണ്ടാക്കിയതാണ്, എവിടെ നിന്ന് വാങ്ങിയതാണ്? അത് KFC നിന്ന് വാങ്ങിയതാണോ, അതോ മറ്റ് ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കനാണോ അതോ അത് പൊരിച്ച് കരിച്ച് എടുത്തതാണോ, അത് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കിയതാണോ, അത് വേറെ എന്തെങ്കിലും ഓയിലുകൾ ഉണ്ടാക്കിയതാണോ, അതിന് ഉപയോഗിച്ച മസാല എങ്ങനെയാണ്? ഇതൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ചിക്കൻ ആണെന്നോ, അതല്ലെങ്കിൽ ഇത് എങ്ങനെ കുക്ക് ചെയ്തതാണെന്നോ, ഇത് നമ്മൾ ഫാസ്റ്റ് ഫുഡ് ചെയിനുകളിൽ നിന്ന് വാങ്ങിയതാണെന്നോ ഒന്നും അവരുടെ പറഞ്ഞിട്ടില്ല. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ക്ലിക്ക് ബൈറ്റ് ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഇതൊരു ഒബ്സർവേഷൻ സ്റ്റഡിയാണ്, ഇതൊരു സയന്റിഫിക് സ്റ്റഡി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഒരു ജേണലിൽ ഒരു സാധനം പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞതിന്റെ ബേസിൽ ഇതാണ് അൾട്ടിമേറ്റ് ട്രൂത്ത് എന്നല്ല. ഒരു റിസർച്ചർ കുറച്ച് കാര്യങ്ങൾ ചെയ്തു, അപ്പോൾ അവരുടെ ഒരു ഐഡന്റിഫിക്കേഷൻ അവരത് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ വറി ആവേണ്ട ആവശ്യമില്ല. കാരണം ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരുമെന്ന് ഈ സ്റ്റഡിയിൽ പറയുന്നേ ഇല്ല. മാത്രമല്ല അവർ പറയുന്നുണ്ട് ഇതൊരു പ്രിലിമിനറി സ്റ്റഡി, റിസർച്ച് മാത്രമാണ്, ഇനി കുറേ റിസർച്ചുകൾ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു സോ മച്ച്.